നമ്മളൊരു ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയമാണ്. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കല്, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതിന് മനസ്സിന് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങളോട് എല്ലാവരോടും, എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തികളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. APCC പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പറഞ്ഞവരെ ഞാൻ എൻക്രോസ് ചെയ്യാറുള്ളൂ. കാരണം ഇത് ജനങ്ങൾ നൽകിയ വൻപിച്ച മാൻഡേറ്റാണ്, വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാക്കാനാണ്. അതിനിടയിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എന്റെ പേരിലോ അല്ലെങ്കിൽ രമേശ് പേരിലോ സതീഷിന്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. നല്ല ഒരു ചരിത്ര വിജയമാണ് UDFൽ ലഭിച്ചത്. ആ വിജയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരുമാണ്. അപ്പൊ അതിനിടയ്ക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ 3 പേരുടെയും പേരുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ നടന്നത്. അത് ആവേശഭരിതരായ ആളുകളോ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളോ ഒക്കെ ഇങ്ങനെ ബോർഡുകൾ വെക്കുകയും ബാനറുകൾ കെട്ടുകയും ജാഥ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തേതോട് കൂടി ഇതെല്ലാം അവസാനിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിലും ഒരു തെറ്റുമില്ല. അതാണ് CKC വേണുഗോപാൽ BD സതീശൻ കൂടെ പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തുമാറ്റുകയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.